ഗൈസ്, നമ്മളിതാ അനദർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 3. യെസ്, എന്താ നമ്മളിപ്പം നമ്മളെ വേൾഡ് തുടങ്ങിയിട്ട് ഇതിപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കുന്നു. ദിവസം കുറേയായി, പക്ഷേ 3-ാമത്തെ വീഡിയോ ആയിരിക്കും. നമ്മൾ ഇന്ന് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞാനിതാ അയൺ ഫാം ഉണ്ടാക്കാൻ പോണ്. വില്ലേജിൽ നിന്ന് 100 ബ്ലോക്ക്, ബ്രീഡറിൽ നിന്ന് 100 ബ്ലോക്ക്. ഞാനിതാ ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ വീഡിയോ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ രാത്രി 2 മണിക്കൂർ എടുത്ത് എല്ലാം കൂടി സെറ്റാക്കിയത്. അയൺ ടൂൾസും കുറച്ച് കോപ്പർ ആർമറും പിന്നെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് നമുക്ക് ടൂൾസിന് അയൺ ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. എനിക്ക് ഏറ്റവും കൂടുതൽ സമയത്ത് ബെഡ് എടുക്കാനും പിന്നെ മറ്റേ ഈ സ്മിത്തിൻ്റെ ഈ സാധനത്തിൻ്റെ പേരെന്താ, ഇതാ ഈ സാധനം എടുക്കാനും സമയമെടുത്ത്. ഈ മെയിൻ എന്താണെന്ന് വെച്ചാൽ പൂച്ചനെ പിടിക്കാൻ. എന്നുവെച്ചാൽ ഈ അയൺ ഫാം ഉണ്ടെങ്കിൽ പൂച്ചനെ പിടിക്കണം, അതിനാണ്. എന്തായാലും പിന്നെ ഞാൻ സർപ്രൈസ് എന്താണെന്ന് കാണിച്ചു. ഞാൻ കേവിൽ പോയപ്പം എനിക്ക് 2 ഡയമണ്ട് കിട്ടി ഗൈസ്. കണ്ടോ, എൻ്റെ കയ്യിൽ എന്താണെന്ന് കണ്ടോ? 2 ഡയമണ്ട് ഗൈസ്, ഡയമണ്ട് 2 എണ്ണം. എന്നിട്ട് ഞാനിതാ എന്നാലും ഇതിവിടെ വെച്ചിട്ട് പണിയെന്ന് അറിയണ്ടല്ലോ, രാവിലെ ചെന്ന് പോകണമല്ലോ. നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. നമുക്കെന്തായാലും ഈ വീഡിയോ ഞാൻ നോക്കട്ടെ. നമുക്ക് 11x11 ബ്ലോക്ക് ഇവിടെ കുഴിച്ചിടണം കേട്ടോ. എന്തായാലും നേരെ അതൊന്ന് കുഴിച്ചിടട്ടെ ഗൈസ്. ഇതാ കുഴി കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴോട്ട് 3 ബ്ലോക്ക് പോകണം. ഇത് 1 2 3. ഇനി ഇതാ ഈ 3 ബ്ലോക്ക് കുഴിക്കണം. ഇത് ഇത്രയും മുഴുവൻ കുഴിച്ച് തീർക്കണം കേട്ടോ. ഇനി അതാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും അത് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിതാ കുഴിച്ചെടുക്കേണ്ട ഔട്ട്ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. ഇത് മുഴുവൻ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം മുഴുവൻ കുഴിച്ചാളാണ്. നിങ്ങളെ അങ്ങോട്ട് കയറാൻ പറയാം. ഓടാ, രാത്രി ഉണ്ട്, പോയി കിടക്കട്ടെ ഗൈസ്. കിടന്നുറങ്ങി ഇനി ക്രീപ്പർ എന്ന് കിട്ടും. ക്രീപ്പർ എന്ന് കിട്ടിച്ചിട്ട് ലാഭമാണ്, പക്ഷേ അതിന് കുളമായ പിന്നെ റെഡി ആക്കണം ലാഭമില്ലാത്ത. എന്തായാലും ഗൈസ് അതുകൂടി ഞാൻ മുഴുവൻ ക്ലിയർ ആക്കിയിട്ട് എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിതാ അതും കുഴിച്ചാണിട്ട്. ഇനി ഈ ഒരു കോർണറിൽ നിന്ന് നമ്മളിതാ 1 2 3 മൂന്നാമത്തെ തൊട്ട് ഫ്രണ്ടിലുള്ള ഈ ബ്ലോക്ക് പൊട്ടിക്കുക. അത് പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് നേരെ അടുത്ത കോർണറിലേക്ക് ഇല്ല. അവിടെ നിന്ന് അതേപോലെ തന്നെ 1 2 3 3ൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ബ്ലോക്ക് ഇത് പൊട്ടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ കുഴിച്ച് ഇത് ഒരുമിച്ചാക്കുക. ഈ ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ചിങ്ങനെ ആക്കുക. എന്നിട്ട് 5x5 ആണോ നോക്കുക. അല്ലെങ്കിൽ ഇതൊന്നുകൂടി തെറ്റ് ചെയ്ത് നിങ്ങളൊന്നുകൂടി രജിസ്റ്റർ ചെയ്യുക. ഫുള്ളല്ല, ഈ ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ലേ, അതൊന്ന് രജിസ്റ്റർ ആയിട്ട് ചെയ്യുക. ഇത് മുഴുവൻ ഇങ്ങനെ പൊട്ടിച്ചോളാം കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നല്ലോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാ 5x5 ഉണ്ടോ നോക്കിയത്. 1 2 3 4 5 ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി നേരെ താഴോട്ട് 5 ബ്ലോക്ക്. ഇത് കൂട്ടാതെ ഈ ബ്ലോക്ക് കൂട്ടി എണ്ണണം. അതായത് ഈ ബ്ലോക്ക് കൂട്ടി താഴോട്ടാണ്. ഇതിപ്പോൾ 1 2 3 4 5 5 ബ്ലോക്ക് ആയിട്ടുണ്ട്. 1 2 3 4 5 ബ്ലോക്ക്. ഈ 5 ബ്ലോക്ക് മുഴുവൻ കുഴിക്കണം. എന്നാലും അതും കൂടി കുഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ 5x5 ബ്ലോക്ക് കുഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലോട്ട് കയറുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. മുകളിലോട്ട് കയറിയിട്ട് ഇത് 3 ബ്ലോക്ക്, പിന്നെ ഇവിടുന്ന് 3 ബ്ലോക്ക് ദൂരം അങ്ങോട്ടാണ് നോക്കണം. 1 2 3 ഇത് 3 ഉണ്ട്. പിന്നെ താഴോട്ട് 5 വേണം നോക്കണം. അത് എല്ലാം കറക്റ്റാണ്. ഇങ്ങോട്ട് 5 അങ്ങോട്ട് 5 എല്ലാം കറക്റ്റാണ് ഗൈസ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴോട്ട് ഇറങ്ങിയിട്ട് ബെഡ് വെക്കണം. ബെഡ് വെക്കണമെങ്കിൽ താഴോട്ട് ഇറങ്ങരുത്, അതിന് മുമ്പ് മുകളിലോട്ട് കയറണം. മാറിയിപ്പേ മരി കളിയും കളിക്കുന്നതിൻ്റെ അടുത്ത് കുഴീൻ്റെ അകത്തേക്ക് എടുത്ത് ചേരാനാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് സീനാട്ടോ, അവനെ കുറേ ഏയ് വാടാ നീ ഇങ്ങോട്ട് വാടാ. ബെഡിൻ്റെ അടുത്തേക്ക് വരുന്നത് ഇങ്ങോട്ടാ. പിന്നല്ല പക്ഷേ ക്രീപ്പറിനെ കാണുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ നമുക്ക്. ഇനി ഡേറ്റൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഡേറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് വെക്കുക. ആവശ്യമുള്ള സാധനമൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കുക. സ്റ്റോണൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. ഇത് നമുക്ക് ബെഡ് എടുക്കാൻ സമയമായിട്ടുണ്ട്. ഓരോ ബെഡ് എടുത്ത് നമ്മൾ ഇൻവെൻട്രിയിലേക്ക് വെക്കാം. നമുക്ക് ഈ സ്റ്റോൺ ഇച്ചിരി 36 ബ്ലോക്ക് മാത്രം ഇവിടെ ഇരിക്കട്ടെ. ബാക്കി എല്ലാ ബെഡും നമുക്ക് ഇങ്ങനെ എടുക്കാം. ബെഡ് എടുത്തെല്ലാം കുഴിയിലോട്ട് എറിഞ്ഞ് ഓരോന്നായിട്ട് വെക്കാം കേട്ടോ. ഈ ബെഡെല്ലാം നിരയായിട്ട് മുകളിലോട്ട് വെക്കണം. നമുക്ക് ഇതും കൂടി എടുത്താൽ ഇത്ര സിമ്പിളാണ്. നമ്മൾ എന്നിട്ട് നേരെ താഴോട്ട് ഇറങ്ങണം. കുഴപ്പമില്ല. നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ആദ്യം 2 ബ്ലോക്ക് വീതം ഇങ്ങനെ വെക്കുക.
അങ്ങനെ ബ്ലോക്കിൻ്റെ മണ്ടയ്ക്കോട്ട് കയറി പോയി. അങ്ങനെ ബെഡ് വെച്ചിട്ട് ഓരോ ബെഡായിട്ട് ഇങ്ങനെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെക്കണം കേട്ടോ. ഓരോ ബെഡായിട്ട് ഇങ്ങനെ മണ്ടയ്ക്കോട്ട് വെക്കണം. അതുപോലെ ഇപ്പുറ സൈഡും. താഴേക്കുള്ള ബ്ലോക്കൊക്കെ മൈൻഡ് ചെയ്തോളണം. അതുപോലെ ഇവിടെ. എന്നിട്ട് താഴെ ഇതേപോലെ തന്നെ ബ്ലോക്ക് വേണം. അതിന് മുമ്പ് ഞാൻ കടന്നു ഉറങ്ങട്ടെ. രാത്രിയായി. നല്ല ക്രീപ്പറും വന്ന് ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് ചെയ്ത് കരുത്തത്തിന് വേണേ. താഴെ ഇതേപോലെ തന്നെ ബെഡ് വേണം കേട്ടോ. ബെഡിന് എണ്ണം കൂടുതലാണോ എന്ന് സംശയമുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് വെച്ച് കഴിയുമ്പോൾ നോക്കാം. ഇങ്ങനത്തെ ഹാൻഡ് ഫാമൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും ഇതെന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ എത്ര 300 എത്ര കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇതാ ബെഡെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ചിലതിന് കളറിന് വ്യത്യാസമുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വീഡിയോ കാണട്ടെ. ഗായ്സ്, ഞാൻ ചെയ്തതിൽ ചെറിയൊരു പണിയായിട്ട് ബെഡ് ഇങ്ങനെ അല്ല വെക്കണ്ട കേട്ടോ. ബെഡ് ഇത് മുകളിലോട്ട് വെക്കരുത്. സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ ബെഡ് എടുക്കട്ടെ. ഇത് ഇങ്ങനെ അല്ല വെക്കേണ്ടത്. ഈ ബെഡ് ഇങ്ങനെ മുകളിലുള്ള ബെഡ് പൊളിച്ചെടുത്ത് താഴോട്ടൊരു കൂടി വയ്ക്കണം. ഒരിക്കലും മുകളിലോട്ട് വെക്കരുത്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് പിക്കാസൊന്നും അതിനിടയ്ക്ക് പിക്കാസ് പൊട്ടിപ്പോയാണ്ട് കേട്ടോ. അതാണ് ഞാൻ വെച്ചുകൊണ്ട് താമസിച്ചത്. ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് വേണം ബെഡ് വെക്കാൻ. അല്ലാണ്ട് അതിൻ്റെ മുകളിൽ ബെഡ് വെച്ചാൽ പണി കിട്ടും. ഓക്കെ, നമ്മളിത് നേരെ ബ്ലോക്ക് പൊട്ടിക്കട്ടെ. ഇത് പൊട്ടിക്കട്ടെ. ഇവിടെ കോളുണ്ടായിരുന്നു, കോൾ ഞാൻ കണ്ടില്ല. എന്നിട്ട് വേണം വെക്കാൻ. നേരത്തെ ഞാൻ വെച്ചത് അന്ന് ഉണ്ടാക്കിയ ഹാൻഡ് ഫാമില്ല അതുപോലെയാണ് വെച്ചത്. പക്ഷേ അത് അങ്ങനെ എല്ലാവരും നോക്കണ്ടേ, ചെറുതായിട്ട് പണി കിട്ടി. അത് കുഴപ്പമില്ല. നമുക്ക് നേരെ ബാക്കി ബെഡ് ഇതിൻ്റെ മണ്ടക്കോട്ട് വെക്കുന്നതൊക്കെ മുമ്പ് ഇവിടെ ബ്ലോക്ക് വെക്കണം. ചൊട്ടത്തരം കാണിക്കുന്നേ. ഇവിടെ ഒരു ബെഡ് പൊട്ടിച്ചാലോ? അത് വെച്ചെന്ന് തോന്നുന്നു. ഇതും കൂടെ പൊട്ടിച്ചാലേ. എന്നിട്ട് വേണം താഴോട്ട് ബ്ലോക്കൊക്കെ ബെഡൊക്കെ ഇതെങ്ങനെയാണ് വെക്കാലേ. നേരത്തെ ചെയ്തതുപോലെ വെക്കരുത്. കൃത്യം 5 ബ്ലോക്ക് ഹൈറ്റ് വേണം കേട്ടോ. അങ്ങനെ സെറ്റാണ്. ഞാൻ അത് അങ്ങനെയല്ല ചെയ്തത്. ബെഡിന് എണ്ണം കുറവുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ, ഒരു ബെഡ് മിസ്സിങ്. ഒരു ബെഡ് എന്തി നമ്മൾ കൊണ്ടുവച്ചോ? ഇതാ സേവലോട്ടങ്ങ് വെച്ചു കൊടുക്കാം. കാറ്റില്ല ഇടക്കോ ഇല്ല. ഞാൻ ചെയ്തൊരു ബെഡ് മിസ്സിങ് ആണല്ലോ. ബെഡിന് കൃത്യ അളവാണെന്ന് വെച്ചാൽ അല്ലാന്ന് തോന്നുന്നു. എന്നിട്ട് നേരെ താഴെ ഇത് വെച്ചിട്ട് ഈ ബെഡ് അങ്ങനെ നോക്കുക. എന്നാൽ നേരെ ഓടിച്ചില്ല. എന്നിട്ട് ഇവിടെയും കൂടി ബെഡ് വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യം 5 ബ്ലോക്ക് ഉണ്ടോ നോക്കട്ടെ. 1 2 3 4 5 5 ബ്ലോക്ക് ഉണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലോക്ക് ഇങ്ങനെ നമ്മളോട് കൃത്യം വെക്കുക. ഇതേപോലെ ബ്ലോക്ക് ഇങ്ങനെ വെച്ച് പോവുക. എന്നിട്ട് ഇവിടെ ബെഡ് മുഴുവൻ ഫില്ലാക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെയും കൂടി ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. അങ്ങനെയല്ല, അവിടെ വേണം ബ്ലോക്കൊക്കെ, അത് അവിടെ വെക്കണം. ബ്ലോക്ക് തികയോന്ന് അറിയത്തില്ല. എന്നിട്ട് മേളോട്ട് 3 ബ്ലോക്ക് ഹൈറ്റ് ഉണ്ടോ നോക്കണം. 3 ബ്ലോക്ക് ഹൈറ്റ് ഉണ്ടായ കറക്റ്റാണ്. 3 ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട്. ഇനി എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ഉള്ളിലോട്ട് ബ്ലോക്ക് കുഴിച്ചെടുക്കണം. അതായത് ഇതിങ്ങനെ ഒരു ബ്ലോക്ക് ഉള്ളിലോട്ട് കുഴിക്കണം. ഞാനെന്നാൽ അത് മുഴുവൻ കുഴിക്കട്ടെ എടുക്കണം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. 8 മിനിറ്റ്. You can use any workstation you would like. I'm going to use fletching tables. Absolutely no നമുക്ക് ഏത് വേണമെങ്കിലും വെക്കാം. വേണമെങ്കിൽ നമ്മൾ ഇതും വെക്കാം. പിന്നെ എൻജോയ് ടേബിൾ ഒരു സാധനമില്ല, അതും വെക്കാം. അത് ഇതെങ്ങനെ 3x3 വെക്കണത്.
ഇവിടെ ഒരെണ്ണം വേണം. എന്നിട്ട് ഇത് ഇവിടെയും വേണം. എന്താ ഇവിടെയും വേണം. എന്നിട്ട് ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇത് ഈ ഡേറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന കൃത്യം 9 ഇത് വേണം. മാർക്കിന് ശേഷം വേണം. അത് ഓരോ അയ്യോ അവിടെയല്ല എൻ്റെ ആക്സെൻ്റ് അവിടെ എല്ലാം കേട്ടോ നോക്കണ്ട. അയ്യോ ഞാൻ അവിടെ തിരിച്ചു വരും. അയ്യോ ആ ഇതാ എന്നോടാ കളി. സിമ്പിൾ ഉണ്ടോ. എന്നിട്ട് ഇതാ ഇവിടെ ബോർഡ് ഇട്ട് എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഇതാ ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇതാ ഇവിടെ വെക്കണം. ഇത് പൊട്ടിച്ചിട്ട് ഇതാ ഇവിടെ വെക്കണം. അതേപോലെ ഇതാ ഇതും പൊട്ടിച്ച് ഇവിടെ വെക്കണം. ഇതും പൊട്ടിച്ച് ഇവിടെ വെച്ചാൽ ഇതാ കൃത്യത 9 ഇതായി. ഈ ഡേറ്റിൻ്റെ ഉള്ള 9. അതിന് ബാക്കിയും കൂടി ഇതിവിടെ ഫില്ല് ചെയ്യുന്ന രീതി വെക്കണം. ഫസ്റ്റ് ഇത് ഇവിടെ ഒരെണ്ണം വെക്കണം. ഞാനിതെല്ലാം ഒന്ന് കുഴിച്ചിട്ട് എന്തായാലും ഗൈസ് ഇത് മുഴുവൻ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇത് സംഭവമൊക്കെ സെറ്റാക്കി ഈ 2 സ്ഥലത്ത് നിന്ന് ഇടവിട്ടെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് വേണം നമുക്ക് വേറെ സംഭവം വെക്കാണ്ട്. അതെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം. വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് എന്നിട്ട് ഇത് ഓരോന്നും കൃത്യം ഫില്ലാണോ നോക്കണം. കൃത്യം ഫില്ലല്ലെങ്കിൽ പണി കിട്ടും. കൃത്യം എന്തായാലും ഫില്ലാകും. ഫില്ലാണ്ടിരിക്കുന്നൊന്നുമില്ല. കൃത്യം ഫില്ലല്ലല്ലോ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഒരെണ്ണം മിസ്സിങ്. ഇത് ഇപ്പം എത്ര എണ്ണം ഉണ്ട് എണ്ണ നോക്കട്ടെ ഗൈസ്. അതെന്തിലാട്ടെ എന്നാലും ഇവിടെ ഒരു പ്രശ്നമുള്ള പോലെ ഉണ്ട് ഗൈസ്. അതെന്തിലാട്ടെ എന്തായാലും രണ്ടും നിന്ന് ബ്ലോക്ക് എടുക്കണം. ഞാൻ എന്തായാലും അതെന്തായാലും സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ അല്ല റെഡിക്കണം വെക്കേണ്ടത്. സംഭവം ഞാൻ വെച്ചത് തെറ്റിപ്പോയതാണ്. ഇതാ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വെക്കുമ്പോൾ ഇതാ ഇതും മൂടണം എന്നൊക്കെ കാണിച്ചാൽ എങ്ങനെ വെക്കേണ്ടത്. ഇതിങ്ങനെയല്ല വെക്കേണ്ടത്. നമ്മൾ വെച്ചത് തെറ്റിപ്പോയതാണ്. സോറി. ഇതും പൊട്ടിച്ചെടുക്കട്ടെ. ഇതാ മറ്റേതാ ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരെണ്ണം, ഇതാ പിന്നെ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. എന്നിട്ട് ഇതാ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഇതാ ഇവിടെ ഒരെണ്ണം, ഇതാ ഇവിടെ ഒരെണ്ണം, അല്ല ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് ഒരെണ്ണം എന്നൊക്കെ ഞാൻ കാണിച്ചത്. ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ 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 പിന്നെ ഇതാ ഇവിടെ ഒരെണ്ണം, എന്താ ഇവിടെയും ഒരെണ്ണം. ഇതാ ഇപ്പം കറക്റ്റായി. ഇപ്പം കറക്റ്റായി, ഷേപ്പ് കറക്റ്റായി. ഇനി സെൻറ്ററിൽ നിന്നും ബ്ലോക്ക് എടുക്കണം. ഇനി ഞാനിതാ ഈ ഭാഗത്തെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. 2 hours later. അങ്ങനെ ഗൈസ് കുറേ സമയം എടുത്ത് ഞാനിതാ വില്ലേഴ്സിനെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇതാ 2-3 പേരും കൂടി ഇനി വലുതാണുണ്ട്. അവരും കൂടി ആയ ബാക്കി പരിപാടി കഴിഞ്ഞു. പിന്നെ ബ്രീഡർ നല്ല സുഖമായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻറ്ററിൽ പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് കുറച്ച് സാധനം എടുക്കണം. ഇനിയാണ് നമ്മളെ ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടികൾ. ഇതെടുക്കണം, 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 ഇതും എടുക്കണം. ഇപ്പം ഇത്ര സാധനങ്ങൾ മതി. അല്ല ഒബ്സർവർ കൂടെ വേണം. ഇതിൻ്റെ പേര് ഒബ്സർവർ. ഈ സാധനം കൂടെ ഫ്രണ്ടിലോട്ട് എടുത്ത് നോക്കട്ടെ. ഒരു 2 സ്റ്റാക്ക് മതിയായിരിക്കും. അതിന് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മളതിൽ ഇതുണ്ട്. എന്തായാലും നേരെ ഇങ്ങോട്ട് വരണം. എന്നിട്ട് ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കിട്ടെ. എന്തായാലും നമ്മളതിന് എന്ന് വെച്ചാൽ നമ്മൾ സെൻറ്ററിലോട്ട് എന്നിട്ട് ഗ്ലാസ് എടുക്കുക. എന്നിട്ട് കൃത്യം സെൻറ്റർ എടുക്കണം. 1 2 3 5 സെൻറ്റർ. ഇപ്പോൾ അതാ 3 ബ്ലോക്ക്. 1 2 3. ഇതിപ്പോൾ സെൻറ്ററല്ലേ നോക്കട്ടെ. 1 2 3 4 1 2 3 4. ഇത് സെൻറ്റർ. എന്നിട്ട് ഇനിയും ബ്ലോക്ക് വേണം. ഒന്ന് മാറിയേക്കോ. ഇതാ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആണ്. എന്നിട്ടെന്ന് പറഞ്ഞാൽ ഒബ്സർവർ ഈ 3 ഇങ്ങനെ വെച്ചെടുക്കണം. ഇതിവിടെ ഇതിന് വെച്ചിട്ട് ഇതൊരു ലീവ്സ് വെക്കണം കേട്ടോ. ഇതിന് ചുറ്റിന് ഞങ്ങൾക്കുള്ള പുറത്തായിട്ട് വേണ്ടിയിരിക്കാൻ ഇതിന് ചുറ്റും ലീവ്സ് വെക്കണം. അയ്യോ എടുത്ത് ചാടി കൊടുത്തേ. സ്വിച്ച് മാറിപ്പോയി കേസ്. എന്താണ് എൻ്റെ സ്വിച്ച് മാറിപ്പോകുന്നത്? ഇതിന് ചുറ്റും വേഗം ലീവ്സ് ആക്കണം. ഈ പൂച്ചകളൊന്നും കൊല്ലരുത് കേട്ടോ. പൂച്ചകളെ കൊണ്ട് വേണം നമുക്ക് പൂച്ചകളെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇച്ചിരി സ്പീഡ് വർക്കാവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇത് വെച്ച് ഇത് കഴിഞ്ഞാൽ അങ്ങ് പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു.
ഗൈസ് തികയാണ്ടിരിക്കത്തൊന്നുമില്ല. 2 സ്റ്റാക്ക് ഞാൻ എടുത്തായിരുന്നു. കൂടുതൽ വേണോ? ഇല്ല ഗൈസ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 സ്റ്റാക്ക് തന്നെ ധാരാളം. 2 സ്റ്റാക്ക് ഇനിയുണ്ട്. ഒന്ന് മാറിപ്പോ. നമ്മളെ റഷീദാണ് നമ്മൾ അയൻകോളത്തിന് ചില യൂട്യൂബ് വിളിക്കുന്നത്. റഷീദ് എന്ത് ഇതില്ലാത്താണ് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. അതായത് എന്നിട്ട് ഇവിടുന്ന് 2 ബ്ലോക്ക് എടുക്കണം. എന്നിട്ട് ഒരു ഹോപ്പർ ഇവിടെ വെക്കണം. എന്നിട്ട് ഈ ഹോപ്പർ അതിനെ ചേർത്ത് വെക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ 1 2 3 4 ബ്ലോക്ക് ഇങ്ങനെ ഇവിടെ സ്ഥലം 4 1 2 4 ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 2 എണ്ണം ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടെ വെള്ളം ഒഴിക്കണം. അതേപോലെ തന്നെ ഇവിടെയും വെക്കണം. പുതിയ 1 2 3 4 ഇങ്ങനെ, പിന്നെ 1 2 3 4. അയ്യോ, ഇതെണ്ണം കൊടുത്തു. അങ്ങനല്ല. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ലീവ്സ് ഇച്ചിരി കൂടി വേണം കേട്ടോ. ഞാൻ വീഡിയോ കണ്ടത് അങ്ങനെ ലീവ്സ് വേണം. നമുക്കിനി നേരെ നമ്മൾ ഇതെടുത്തിട്ട് മറൈൻകോളം 1 ഇവിടെ, പിന്നെ 1 ഇവിടെയും വെക്കണം. അത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ഇവിടെ ആയിട്ട് വെക്കുന്നുണ്ട് പുള്ളി. ഇവിടെ വെച്ചിട്ട് മുകളോട്ട് കയറണം കേട്ടോ. മുകളോട്ട് കയറിയിട്ട് 1 ഇവിടെ കൃത്യം ഇവിടെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ അങ്ങനെയല്ല. ഓക്കെ, അന്ന് ഞാൻ നോക്കട്ടെ എങ്ങനെ നോക്കട്ടെ. Things from falling in, like the new option related space, down a sign on the second glass, a sign right here, a sign right here. ഒന്നിങ്ങനെയും വെക്കണം. പിന്നെ അതിൻ്റെ താഴെ ഇട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ക്ലിക്ക് കൊടുക്കണം. ഇവിടെ അല്ല, ഇവിടെ സോറി, അങ്ങനെയല്ല വയസ്സ്, അങ്ങനെയല്ല, തെറ്റ് എൻ്റെ ഭാഗത്താണ് തെറ്റ്. കുഴപ്പമില്ല. ഇത് പൊട്ടിച്ചിടണം. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇത് എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് വെക്കണം ഇങ്ങനെ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നുകൂടി ബ്ലോക്ക് വെച്ച് മണ്ടൊക്കെ വരണം. എന്നിട്ട് വേണം ഇത് വെക്കുക. ഇത് ഇങ്ങനെ ചിഹ്നം അവിടെ വെച്ചിട്ട് ഇതങ്ങനെ വെക്കുക. അപ്പോൾ കൃത്യം സെൻറ്ററാവും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലാവ എടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ലാവ അവിടെ നിൽക്കും. ലാവ ഇങ്ങോട്ട് വരും. ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കണം. മാറിക്കൂ, സൈഡിൽ വെള്ളം ഒഴിക്കണം. അത് വന്ന് ഇവിടെ നിൽക്കും. ഇതിൻ്റെ അപ്പുറ സൈഡിലും പോയി വെള്ളം ഒഴിക്കണം. അതിന് മുമ്പ് ഞാൻ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരട്ടെ. ആൺകുൾ പുറത്ത് സ്പോൺ ഉണ്ടെങ്കിൽ ടെക്നിക്ക്. ഇപ്പോൾ ആൺകുൾ ചാകാൻ തുടങ്ങി. ഇതിന് ഈ ഒരെണ്ണത്തിൻ്റെ കൂടി കൊന്നു കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതും കൂടി, ഈ വെള്ളം കൂടി എടുത്തിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. മണ്ടക്കോട്ട് കയറി പോകാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് എത്രത്തോളം ലെങ്ത് ആയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓവർ ലെങ്ത് ആയി ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടേണ്ടി വരും. അല്ലാണ്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ. പാർട്ട് 2 ആയിട്ട് ഞാൻ മാക്സിമം ഇടാണ്ടിരിക്കാൻ നോക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്കിതാ ഈ വെള്ളം ഈ ബ്ലോക്ക്, ഓക്കെ, ഞാൻ മണ്ടയ്ക്ക് നിന്ന് കയറിയിട്ട് ഈ ബ്ലോക്ക് പൊട്ടിച്ചാളെ. ഈ വെള്ളം ഇവിടെയും കൂടി വെച്ചെടുക്കും. അപ്പോൾ കൃത്യത ഫുള്ള് ഫില്ലായി. ഈ അയൺകോൾ അവിടെ പോയിച്ചാൽ. എന്നിട്ട് ഈ ഹോപ്പറിന് 2 ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെയോട്ട് ഇങ്ങനെ കുഴിക്കുക. 2 ബ്ലോക്ക് എന്താ ഹോപ്പർ ഒരു ബ്ലോക്കും കൂടി താഴെ കുഴിക്കുക. ഹോപ്പർ സെറ്റായിട്ട് ഈ 2 ചെസ്റ്റും കൂടി വെച്ചാൽ കംപ്ലീറ്റ് എന്ന് പറയാനായിട്ടില്ല. നമുക്കിനി കുറച്ചും കൂടി കാര്യം ചെയ്യണ്ട. ഞാനത് ഇത് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഗായ്സ്, കുറേ സമയത്തിന് ശേഷം സക്സസ്ഫുൾ അയൺ ഫാം മൈ വേൾഡ്. ഞാൻ കുറേ നാൾക്ക് ശേഷം എൻ്റെ സ്വന്തം വേൾഡ് ഞാൻ അയൺ ഫാം ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ സംഭവം കാണിച്ചിട്ട് വർക്കാവുന്നുണ്ട്. ഞാൻ പൂച്ചനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ 52 ഗായ്സ്. അങ്ങനെ ഞാൻ കഷ്ടപ്പാടുകൾക്ക് ശേഷം
എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നന്നായിട്ടൊരു അയൺ ഫാം വർക്കാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓഫ്, എന്തായാലും ആദ്യം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് പവറാക്കുക. പെട്ടെന്ന് തന്നെ നാളെ തന്നെ ഞാൻ വില്ലേജർ ട്രേഡർ എന്തായിരുന്നു അതിൻ്റെ പേര്, ട്രേഡിംഗ് ഹാൾ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലെവലിൽ എത്തിച്ചേർന്നത്. എനിക്കിപ്പോൾ ഈ കുഞ്ഞൊരു അയൺ ഫാം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇത്ര സന്തോഷം. അപ്പോൾ ഞാൻ ഒരു ഡയമണ്ട് ആർമർ ഒപ്പിച്ചാൽ എൻ്റെ സന്തോഷം നോർത്തു ഗൈസ്. എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നല്ലൊരു ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് പവറാക്കാം. നമ്മൾ അയൺ ഫാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അറിയാക്കാം. മാക്സിമം ലെങ്ത്ത് കുറച്ച് ഞാൻ വീഡിയോ ഇടാൻ നോക്കാം. ഓക്കെ ഗൈസ്, ബൈ.